നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ ഞാൻ ഇന്നൊരു ചട്നിയാണ് കാണിക്കാൻ വേണ്ടി പോണേ കേട്ടോ. അതായത് കദംബ ചട്നി എന്ന് പറയും. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള വൈറ്റ് കോക്കനട്ട് ചട്നി ഉണ്ട്, അല്ലെങ്കിൽ റെഡ് കോക്കനട്ട് ചട്നി ഉണ്ട്, ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, മുളക് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ളൊരു സ്വാദുള്ള നല്ലൊരു എന്താ പറയുക, നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അതിന്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഇഡ്ഡലിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, കുറച്ച് നെയ്യ് നല്ല ചോറിലേക്ക് നെയ്യ് പുരട്ടിയിട്ട് ഈ ഒരു ചമ്മന്തിയും കൂട്ടി ഉരുട്ടി ഉണ്ണാൻ വേണ്ടിയിട്ട് നല്ല സ്വാദാണ്. ഇത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെ സ്വാദാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ, മസ്റ്റ് ട്രൈ ആണ്. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പും ഉഴുന്നും ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 3 വറ്റൽമുളകും അതുപോലെ 2 പച്ചമുളകുമാണ് ചേർക്കണത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി താല്പര്യമുള്ളവർ 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ഇനി നമുക്ക് സവാളയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള, അല്ല ചെറിയ ഉള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി എടുക്കുക. ഇത് ചെറുതായിട്ട് ഉള്ളി ഒന്ന് നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റാം. ഒരു ചെറിയ തക്കാളി ചേർക്കാം. കുറച്ച് പുളിയും കൂടി ചേർക്കേണ്ടതാണ്, അതുകൊണ്ട് ചെറിയ തക്കാളി ചേർത്താൽ മതി. ഇനി തക്കാളിയും ഉള്ളിയും കൂടി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. ഒരേ അളവിൽ തന്നെ മല്ലിയിലയും പുതിനയിലയും എടുക്കുക. 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും, അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഈ 3 ഇലകളാണ് ഇതിൽ വേണ്ടത്. ഇനി നമുക്ക് അരിനെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർക്കാം. നെല്ലിക്ക വലിപ്പത്തിൽ ചേർക്കരുത് കേട്ടോ, കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ. കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അവസാനമായിട്ട് 4 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് വേണം അത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാൻ. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് കേട്ടോ, കാരണം നമ്മൾ ഉപ്പ് വേറെ എവിടെയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അരയ്ക്കണ സമയത്താണ് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്തത്. ഞാൻ വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഇത് ലൂസ് വേണം എന്നുള്ളവർക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി ശരിക്ക് ഇതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ അരച്ചതിന് ശേഷം വറുത്തിടുകയും കൂടി ചെയ്യാം. ഞാൻ എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ എണ്ണയിൽ തന്നെയാണല്ലോ അത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. കണ്ടില്ലേ? എല്ലാവരും ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ കഴിച്ചു മടുത്തിട്ടുള്ള ചട്നിയും ചമ്മന്തിയിൽ നിന്നൊക്കെ വേറിട്ടൊരു സ്വാദ് തന്നെയാണിത്. അതിൻ്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ഈവൻ റൊട്ടിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചോറിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അസൽ കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.